ലക്ഷ്മി അറിഞ്ഞല്ലേ, ഒരു റൈഡറാണ്. അയാൾക്ക് അതേ രീതി വണ്ടി ഓടിക്കാൻ അറിയാം. നമ്മൾ റോഡിൽ എങ്ങനെ വണ്ടി കൈകാര്യം ചെയ്യണം അതാണ് ആദ്യം പഠിക്കേണ്ടത്. അത് കറക്റ്റ് ഒരു കാര്യം തന്നെയാണ്. ഒരേ വണ്ടിയും ഒരേ യൂസിനുള്ളതാണ്. ഇപ്പൊ നമുക്ക് KTM ഡ്യൂക്കിനെ എല്ലാവരും മോശമായിട്ട് പറയുന്നു. KTM ഡ്യൂക്ക് കൊല്ലകൊല്ലി. അപ്പൊ നമ്മൾ KTM ഡ്യൂക്ക് മേടിക്കാനായിട്ട് ഷോറൂമിലോട്ട് ചെല്ലുമ്പോൾ അവിടെ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് റെഡി ടു റേസ്. അപ്പൊ എല്ലാവരും വിചാരം എടുക്കുന്ന ഈ പിള്ളേർ ചെറിയ പിള്ളേർക്കാണ് ഈ പ്രശ്നങ്ങൾ. അവരുടെ വിചാരം വണ്ടി വാങ്ങിക്കുക റോഡിൽ റേസ് ചെയ്യുക. ഒരിക്കലും അങ്ങനല്ല. അതിന് പ്രത്യേക ട്രാക്ക് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവിടെ പോയി റേസ് ചെയ്യും, അല്ലാതെ റോഡിൽ റേസ് സാധാരണ റോഡിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ ഇത് അറിയില്ല. അതായത് ഇവിടെ പറഞ്ഞിരുന്നല്ലോ 20 മുതൽ 25 വയസ്സ് പ്രായമുള്ള ആൾക്കാർക്കാണ് ആക്സിഡന്റ് ആകുന്നത്. അത് എന്ത് പ്രായമുണ്ട് അവർക്ക്? 18 മുതൽ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 14 വയസ്സ് തൊട്ട് പിള്ളേർ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നുണ്ട്. അന്ന് മുതൽ ഈ 18 വയസ്സാകാൻ നോക്കിയിരിക്കുകയാണ് റോഡിൽ ഇറങ്ങി അഭ്യാസം കാണിക്കാൻ. അപ്പൊ അവർക്ക് ഇതേപോലെയുള്ള വണ്ടികൾ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുമ്പോൾ മാതാപിതാക്കൾ നിവർത്തിയായിട്ട് അത് എടുത്തു കൊടുക്കുന്നു. അപ്പൊ അവരെ കുറ്റമുണ്ട്, തീർച്ചയായും അവരെ കുറ്റമുണ്ട്. അല്ല, ഇപ്പം ലക്ഷ്മി എവിടെ നിന്ന് പറഞ്ഞു റൈഡിന്റെ കാര്യം. മുമ്പിലും ബാക്കിലും ഒരു റൈഡറിനെ എപ്പോഴും അത് ശ്രദ്ധിക്കാൻ പറ്റും. അതനുസരിച്ചാണ് അവരുടെ എക്സ്പീരിയൻസ് ആണ് സ്ഥിരം റൈഡ് ചെയ്യുമ്പോൾ. പണ്ട് റോഡ് മോശമായിരുന്നു, അന്ന് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ കുറ്റം പറയുന്ന റോഡിന്. ഇന്ന് റോഡ് നന്നായി. ആ നന്നായത് കൊണ്ട് ഇതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും മാറ്റി മാറ്റി പറയുന്നത്. അന്ന് റോഡ് മോശമായതുകൊണ്ട് ആക്സിഡന്റ്, ഇന്ന് റോഡ് നല്ലതായതുകൊണ്ട്. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒരു വാഹനം ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ഇപ്പം MD സാറിനെ ഉണ്ടല്ലോ അടുത്ത്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുന്നു. അത് നമുക്ക് കുറച്ച് പരീക്ഷയ്ക്ക് ജയിക്കാനുള്ളതും പഠിപ്പിക്കുന്നു. വണ്ടിയിലോട്ട് കയറിയിരുന്നത് ആ വണ്ടിയുടെ ഗിയർ മാറ്റി എച്ചെടുക്കാനും പഠിപ്പിക്കുന്നു. ഇതല്ല പഠിപ്പിക്കേണ്ടത്. ഒരു വണ്ടി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള രീതിയിൽ പഠിപ്പിക്കുക. ഒരു വണ്ടിയുടെ എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പഠിപ്പിക്കണം. അല്ലാതെ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ റോഡിൽ ഏറ്റവും സ്പീഡിൽ പോകുന്നത്, ഏറ്റവും കൂടുതൽ സ്പീഡിൽ റോഡിൽ പോകുന്നത് 70 കിലോമീറ്റർ സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന വണ്ടി 70-75 കിലോമീറ്റർ സ്പീഡോ മാക്സിമം പോകത്തുള്ളൂ. ആ വണ്ടി അതെന്നറിയോ? വിത്തൗട്ട് ഗിയറുള്ള വണ്ടി. അത് ഓടിക്കുന്ന ലേഡീസ്. അവരെ അത് പഠിപ്പിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ ഏറ്റവും സ്പീഡ് കുറഞ്ഞ എക്സൽ പോലുള്ള ചെറിയ CC വണ്ടിക്കകത്ത് MIT പോലുള്ള വണ്ടിയിൽ തീരെ സ്പീഡ് കുറച്ചിട്ടിട്ട് ഫുൾ ത്രോട്ട് കൊടുത്താലേ 10 കിലോമീറ്റർ സ്പീഡിൽ പോകത്തുള്ളൂ. ഒരു വണ്ടി പഠിപ്പിക്കുന്നതാണ്. അതായത് അവർക്കറിയാവുന്ന ഈ ആക്സിലേറ്റർ എന്ന് പറയുന്നത് ഫുൾ ത്രോട്ട് ചെയ്യുക. ഇങ്ങനെ പിടിച്ചാൽ 10 കിലോമീറ്റർ സ്പീഡിൽ പോയാലോ ഈ കാല് കുത്തി ഒന്ന് ബാലൻസ് ചെയ്ത് പോകത്തുള്ളൂ. അവരങ്ങനെ ബാലൻസ് ചെയ്ത് ഒന്ന് സ്റ്റേബിൾ ആകുമ്പോൾ കാല് മേളിൽ വെക്കുന്നു പോകുന്നു. ഒരു നിമിഷം കേൾക്കണേ. അപ്പം അവർ പോകുന്നു. ഇവർ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പം 100 CC അല്ല 150 CC വരെയുള്ള നോൺ ഗിയർ വണ്ടിയുണ്ട്. ഇതിലോട്ട് കയറി ഈ സാധനം തന്നെ അവർ ചെയ്യുന്നത്. അല്ല, ഈ 150 കിലോമീറ്ററിലും 200 കിലോമീറ്ററിലും ഒക്കെ കുതിക്കുന്ന വണ്ടികൾ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റോഡിൽ നിരപരാധികൾ ഇറങ്ങി നിൽപ്പുണ്ടല്ലോ. നമ്മൾ അതല്ലേ പറഞ്ഞേ, അത് പറഞ്ഞിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആക്സിഡന്റ് പ്രതീക്ഷിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.